ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയ ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ. രാജ്യം മുഴുവൻ ജമ്മുകാശ്മീരിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി സർക്കാർ രൂപീകരിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വാസമർപ്പിക്കുകയാണ് NC കോൺഗ്രസ് സഖ്യം. ജമ്മുവിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയ ശേഷം 10 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനിയും ഈ ഒരു പകലും ഇന്നത്തെ രാത്രിയും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നാളെ രാവിലെ 8 മണിയോടുകൂടി ജമ്മു കാശ്മീരിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. നമുക്കറിയാം, 2014 അവസാനമായി ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് ഏറ്റവും വലിയ കക്ഷിയായത് PDP ആയിരുന്നു. 28 സീറ്റുകൾ നേടി. തൊട്ട് താഴെ 25 സീറ്റുമായി BJP രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയാവുകയും കോൺഗ്രസ്, NCP, നാഷണൽ കോൺഫറൻസ് തുടങ്ങിയ NC തുടങ്ങിയ കക്ഷികൾക്ക് വലിയ തിരിച്ചടി അവസാനം നടന്ന തെരഞ്ഞെടുപ്പുകളിലുണ്ടായി. പിന്നീട് 2019 ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കിയത് BJP ആയിരുന്നു. 2019 5 ലോക്സഭാ മണ്ഡലങ്ങളുള്ളപ്പോൾ അന്ന് 6 ലോക്സഭാ മണ്ഡലങ്ങളുള്ളപ്പോൾ അന്ന് 3 സീറ്റുകൾ BJP വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ലഡാക്ക് മറ്റൊരു കേന്ദ്രഭരണ പ്രദേശമായി മാറി. അതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം 5 ആയ ഘട്ടത്തിലും BJP ഒറ്റയ്ക്ക് 2 സീറ്റുകൾ, ഈ ഞാൻ നിൽക്കുന്ന ജമ്മു, അതോടൊപ്പം തന്നെ ഉദ്ധംപൂർ തുടങ്ങിയ 2 സീറ്റുകൾ BJP വിജയിച്ചിരുന്നു. അതിനാൽ സമീപകാലത്ത് ജമ്മു കാശ്മീരിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ BJP വ്യക്തമായ മേൽക്കൈ നേടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ മേൽക്കൈ നൽകുന്നത് കോൺഗ്രസ് NC സഖ്യത്തിനാണ് എന്നതും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. എക്സിറ്റ് പോളുകൾ ആർക്കും ജമ്മു കാശ്മീരിൽ ഇത്തവണ കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ല. മിക്ക ദേശീയ മാധ്യമങ്ങളുടെയും പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു തൂക്ക് മന്ത്രിസഭ തന്നെയാകും ജമ്മു കാശ്മീരിൽ 10 വർഷത്തെ ഇടവേള കഴിഞ്ഞ് അധികാരത്തിലെത്തുക എന്നതാണ്. പക്ഷേ അപ്പോഴും ഏറ്റവും വലിയ കക്ഷിയായി കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് നാഷണൽ കോൺഫറൻസിനെയാണ് എക്സിറ്റ് പോളുകൾ. പക്ഷേ BJP ക്യാമ്പ് ഇപ്പോഴും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. 25 സീറ്റുകളിന് മുകളിൽ BJPക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ജമ്മു കാശ്മീരിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് തന്നെയാണ് BJP നേതൃത്വം വിശദീകരിക്കുന്നത്. രോഹിണി, ശരി. ജമ്മുവിൽ നിന്ന് ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.